ഹലോ ഓൾ, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് വന്നെത്തി. കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തൊട്ട് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് തന്നെ പറ്റുന്നുള്ളവർ ചെയ്യുക. സമയം എടുത്തായാലും മതി, 2-3 ദിവസമൊക്കെ നമുക്ക് സമയം എടുക്കാം, കുഴപ്പമില്ല. നിങ്ങൾ ലാസ്റ്റിലേക്ക് വെച്ചുകൊണ്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ വർഷത്തെ നമുക്ക് നോക്കാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ സ്റ്റാർട്ടായോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി തന്നെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻറ്റിഗ്രേറ്റഡ് 5-year LLBക്ക് നേരത്തെ പോലെ തന്നെ 10+2 ഹയർ സെക്കൻഡറി ഓർ ഇക്വലൻ്റ് എക്സാമിനാണ് നിങ്ങൾ പാസ്സാവേണ്ടത്. 45% ആയിട്ടുള്ള ജനറൽ കാറ്റഗറിക്ക് മാർക്ക് വേണം. SC/BCക്ക് 42, SC/STക്ക് 40. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് പോകുന്നത്. റെഗുലർ 3-year LLBക്ക് ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ മാർക്ക് ഏകദേശം സെയിമുമാണ്. അതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ 5 പ്രോസസ്സാണ്. അത് 1 രജിസ്ട്രേഷനാണ്. ജനറേറ്റ് യുവർ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് ക്രിയേറ്റ് എ സെക്യൂർ പാസ്വേഡ്, യൂസ് യുവർ റിയൽ ഫോൺ നമ്പർ. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ പറ്റുന്നത്ര ഓർത്ത് വയ്ക്കുന്ന തരത്തിലുള്ള പാസ്വേഡ് നിങ്ങൾ എഴുതി വയ്ക്കുക എവിടെയെങ്കിലും. അതുപോലെ യൂസർ ID എവിടെയെങ്കിലും എഴുതി വയ്ക്കുക, ആപ്ലിക്കേഷൻ നമ്പർ എഴുതി വയ്ക്കുക. കാരണം നിങ്ങൾക്ക് ഇനി ഈ പ്രോസസ്സ് തീരുന്നത് വരെ ഈ നമ്പറുകളും ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കണം. കാരണം നിങ്ങൾക്ക് റിസൾട്ടിനും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും, ഇപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യത്തിനാണെങ്കിലും നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളതാണത്. അപ്പോൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. എൻ്റർ യുവർ പേഴ്സണൽ പ്രൊഫൈൽ, എഡ്യൂക്കേഷണൽ മാർക്സ് ആൻഡ് റിസർവേഷൻ സബ് കാറ്റഗറീസ് കെയർഫുള്ളി. അത് കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. തെറ്റിപ്പോയാൽ നമുക്ക് കുറച്ച് ദിവസത്തേന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. എനിക്ക് ഉറപ്പില്ല അക്കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഇൻഫർമേഷനൊക്കെ അടിക്കുക, ഡീറ്റെയിൽസൊക്കെ അടിക്കുക. അതുപോലെ സ്റ്റെപ്പ് 3 എന്ന് പറയുന്ന ഫീ പേയ്മെൻ്റ് ആണ്. പേ ദ രജിസ്ട്രേഷൻ ഫീ സെക്യൂർലി യൂസിങ് എൻ ഓൺലൈൻ കാർഡ്, നെറ്റ് ബാങ്കിങ് ഓർ ആൻ ഒഫീഷ്യൽ ചെല്ലാൻ. അപ്പോൾ ഫീസ് പേ ചെയ്യുക. അതുപോലെ അപ്ലോഡ് ഇമേജസ്, അപ്ലോഡ് യുവർ പാസ്പോർട്ട് ഫോട്ടോ, സിഗ്നേച്ചർ സ്പെസിമെൻ ആൻഡ് റിക്വയർഡ് PDF സർട്ടിഫിക്കറ്റ്സ്. ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുക. എല്ലാം കറക്റ്റാണെന്ന് ഒന്നും കൂടെ ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് നിങ്ങൾ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിൻറ്റ് അക്നോളജ്മെൻറ്റ്. ഡൗൺലോഡ് ആൻഡ് സേവ് യുവർ കൺഫർമേഷൻ റെസിപ്റ്റ് ഫോർ ദ ഫിസിക്കൽ അഡ്മിഷൻ ഡെസ്ക്. നിങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തി സബ്മിറ്റും ചെയ്ത് കഴിയുമ്പോൾ അക്നോളജ്മെൻറ്റ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ പറ്റുവാണെങ്കിൽ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ബാക്കി നോക്കുമ്പോൾ ഇതിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, അതിന് സ്പെഷ്യലായിട്ടുള്ള ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ ഈ അലൗഡ് ആയിട്ടുള്ള ഈ ഫയൽ സൈസിൽ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സിഗ്നേച്ചർ ആണെങ്കിലും ഒഫീഷ്യൽ സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും ഈ ഒരു പറഞ്ഞിരിക്കുന്ന അലൗഡ് ഫയൽ സൈസിൽ 10 KB to 100 KB മാക്സിമത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും മാക്സിമം കറക്റ്റ് കൊണ്ട് വയ്ക്കാതെ കുറച്ച് താഴോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാൻഡേറ്ററി ആപ്ലിക്കേഷൻ ഫീ എത്രയാണെന്ന് വെച്ചാൽ ജനറൽ ആയിട്ടുള്ള അഡ്മിഷന് വേണ്ടി ജനറൽ ആയിട്ടുള്ള ആപ്ലിക്കൻസിന് 900 rupees നമുക്ക് പേ ചെയ്യേണ്ടത്. അതുപോലെ SC/ST ആപ്ലിക്കൻസിന് 450 rupees കൊടുക്കേണ്ടത്. അത്രയാണ് നമ്മുടെ ഫീ സ്ട്രക്ചർ, നമ്മുടെ എൻട്രൻസ് എക്സാമിൻ്റെ ഫീ സ്ട്രക്ചർ വരുന്നത്. ഇപ്പോൾ ഈ എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് ലേ ഔട്ട് വന്നിട്ടുണ്ട്. അത് ലീഗൽ സ്റ്റഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺട്രാക്ട്സ്, ടോട്ട്സ് വരുന്ന നമ്മുടെ ലീഗൽ സ്റ്റഡീസ് മെയിനായിട്ടുള്ള പാർട്ടാണ്. അതിൽ നിന്ന് 70 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതായത് 210 മാർക്ക്. ഇംഗ്ലീഷ്, ജനറൽ ഇംഗ്ലീഷ്, അതായത് ഗ്രാമർ, ഇഡിയംസ്, റീഡിംഗ് പാസേജ് ഒക്കെ 60 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, അതായത് 180 മാർക്ക്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഗ്ലോബൽ ആൻഡ് നാഷണലിൽ വരുന്നത് 45 ക്വസ്റ്റ്യൻ ആണ്, 135 മാർക്ക്. അരിത്തമെറ്റിക്, റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റിയിൽ 25 ക്വസ്റ്റ്യൻസ്, അതായത് 75 മാർക്കാണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത്. കൺസോളിഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്നത് 200 ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വരുന്നത്. അതിൽ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 600 മാർക്കാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഫോർമുല എന്താണെന്ന് വെച്ചാൽ ദ ഇവാലുവേഷൻ സിസ്റ്റം പെനലൈസസ് വൈൽഡ് ഗസ്സിംഗ് ത്രൂ ആൻ എക്സ്പ്ലിസിറ്റ് നെഗറ്റീവ് മാർക്കിംഗ് റൂൾ. അപ്പോൾ നിങ്ങൾ ഈ കറക്റ്റായിട്ടുള്ള നെഗറ്റീവ് മാർക്കിംഗ് ഫോർമുല നോക്കിയിട്ട് പോവുക. എന്താണെന്ന് വെച്ചാൽ സ്കോർ 3 മാർക്ക് ഒരു കറക്റ്റ് ആൻസറിന് കിട്ടുകയാണെങ്കിൽ റോങ് ആൻസറിന് 1 മാർക്ക് ഡിഡക്റ്റ് ആവും. അപ്പോൾ നിങ്ങളത് ശരിക്കും ശ്രമിക്കുക. അതുപോലെ ബ്ലാങ്ക് ക്വസ്റ്റ്യൻസിന് 0 ആണ്.
അൺഅറ്റംപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്കൊന്നും പോകത്തില്ല, ആഡും ആകത്തില്ല. അപ്പം നിങ്ങൾ പറ്റുന്നത്രയും ആലോചിച്ച് മാത്രം നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിനി സമയമുണ്ട്, എന്നാലും ഞാൻ നേരത്തെ പറയുകയാണ്. എക്സാം ഡേയിൽ നിങ്ങൾ ടൈം ലൈനിൽ കറക്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: രാവിലെ ഒരു 8 മണിക്ക് വെരിഫിക്കേഷൻ ബിഗിൻ ആവുമായിരിക്കും. ടെസ്റ്റ് സെൻറ്ററിൽ വെരിഫിക്കേഷൻ ബിഗിൻ ആവുമായിരിക്കും. അതുപോലെ 9:45 ആവുമ്പോഴായിരിക്കും ഗേറ്റ് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു എൻട്രിയും അലൗഡ് ആയിരിക്കില്ല. 10 മണി മുതൽ 12 മണി വരെ ആയിരിക്കും നിങ്ങളുടെ എക്സാം നടത്തുക. ഇത് ഏകദേശം ഒരു ഇതാണ്. കറക്റ്റായിട്ട് നമുക്ക് എക്സാം അടുപ്പിച്ചിട്ടാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ ഏകദേശം ഉള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ സ്ക്രീൻ കളർ കോഡുണ്ട്. അത് നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തിനാണ് ഞാൻ പറയുന്നതെന്ന് ആലോചിക്കും. പക്ഷേ ഒരു ധാരണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരമുള്ള നിങ്ങളുടെ ഒരു പാനിക്, ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഗ്രേ ബോക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് യു ഹാവൻറ്റ് ഓപ്പൺഡ് എറ്റ്. ക്വസ്റ്റ്യൻ ഇതുവരെ ഓപ്പൺ ആകാത്തത് ഗ്രേ കളറിലും, റെഡ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻസും, അതുപോലെ ഗ്രീൻ എന്ന് പറയുന്നത് നിങ്ങൾ ആൻസർ ചെയ്ത് അതുപോലെ തന്നെ സേവ് ചെയ്തു. ലോഗ്ഡ് ഇൻ ഫോർ സ്കോറിങ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് ഗ്രീൻ ബോക്സിൽ വരിക. അതുപോലെ പർപ്പിൾ ബോക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് യു ഫ്ലാഗ് ടു റിവ്യൂ ലേറ്റർ, പിന്നെ നോക്കാമെന്ന് വെച്ച സാധനങ്ങളാണ് ഈ പർപ്പിൾ ബോക്സ് വരുന്നത്. അതുപോലെ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ് CAPയുടെ റൂൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്: വൺസ് യു ഗെറ്റ് യുവർ റാങ്ക് യു വിൽ സബ്മിറ്റ് യുവർ കോളേജ് ചോയ്സസ് ഓൺലൈൻ യൂസിങ് സിംഗിൾ വിൻഡോ സിസ്റ്റം. ഏകജാലകമാണ്, അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മുതൽ ക്ലിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന വിധത്തിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഇനിയുള്ള വീഡിയോസ് ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഇനി നമുക്ക് സമയം കുറവാണ്.